കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തും നിർമ്മാണ രംഗത്തും കൊച്ചി കപ്പൽശാലയുടെ സംഭാവന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയിൽ ജർമ്മൻ കമ്പനിയായി നിർമ്മിച്ച 2 കപ്പലുകൾ കഴിഞ്ഞ ദിവസം നീറ്റിലിറങ്ങിയിരിക്കുന്നു. ഇതോടെ കപ്പൽ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ യശസ്സുയർത്തി കൊച്ചി കപ്പൽശാല മുന്നേറുകയാണ്. മാത്രമല്ല, പുതിയ ഇടപാടിലൂടെ വലിയൊരു അംഗീകാരമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. 6 മാസത്തിലേറെ ഈ കപ്പലുകൾ ഇവിടെ വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകും. അതിനുശേഷമായിരിക്കും ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുക. ജർമ്മൻ കമ്പനിയിൽ നിന്നുള്ള അംഗങ്ങളും കപ്പൽ നീറ്റിലിറക്കുന്ന ചടങ്ങിലെത്തിയിരുന്നു. ജർമ്മനിയിലെ ഉൾനാടൻ ചരക്കു ഗതാഗത ശൃംഖലയിലെ പ്രമുഖരായ MSHS സർവീസ്, GmbHS ആൻഡ് കമ്പനി, KG കമ്പനി 2023 8 കപ്പലുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയത്. 2 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒരു കപ്പലിന് 580 കോടി രൂപയാണ്. അടുത്ത മാർച്ചോടെ മറ്റു കപ്പലുകളും നീറ്റിലിറങ്ങും. 40-ലധികം കമ്പനികളുടേതായി 3000 ഉൾനാടൻ ചരക്കു കപ്പലുകളാണ് ജർമ്മനിയിലുള്ളത്. പ്രതിവർഷം 230 ദശലക്ഷം ടൺ ചരക്കു കൈമാറ്റവും നടക്കുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇതാദ്യമായാണ് ഇന്ത്യൻ നിർമ്മിത കപ്പലുകൾ എത്തുന്നത്. ഇന്ത്യയിലെ വിവിധ കപ്പൽശാലകളിൽ 16 കപ്പലുകൾ ജർമ്മനിക്കായി നിർമ്മിക്കുന്നുണ്ട്. തണുത്തുറഞ്ഞ ജലാശയങ്ങളിലും സുഗമമായി സഞ്ചരിക്കുന്ന ഐസ് ക്ലാസ് വെസലാണ് ഈ കപ്പലുകൾ. 110 മീറ്റർ നീളവും 16.5 മീറ്റർ വീതിയും 7000 ടൺ ഭാരവും വഹിക്കുന്ന ബൾക്ക് കാരിയറുകൾ. കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച 2 അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളും നീറ്റിലിറക്കുന്നുണ്ട്. അന്തർവാഹിനി സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക സോളാർ സംവിധാനം ഉൾപ്പെടെയുള്ള കപ്പലുകളാണിവ. 78 മീറ്റർ നീളവും 11.36 മീറ്റർ വീതിയുമുള്ള കപ്പലുകൾക്ക് പരമാവധി 25 നോട്ടിക്കൽ മൈൽ വേഗത കൈവരിക്കാൻ സാധിക്കും. ശത്രു സാന്നിധ്യം തിരിച്ചറിയാൻ നൂതന റഡാർ സിഗ്നൽ സംവിധാനമുള്ള ബസ്മറൈൻ വാർഫയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ പൂർണ്ണമായും തദ്ദേശീയമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വൈസ് ആൻഡ് അഡ്മിറൽ വി ശ്രീനിവാസന്റെ പത്നി വിജയ ശ്രീനിവാസ് കപ്പലുകൾ നീറ്റിലിറക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച നിർവഹിച്ചു. ദക്ഷിണ നാവികാസ്ഥാനത്തെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു. രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും കാക്കുന്നതിൽ ഈ പ്രതിരോധ കപ്പലുകൾ വളരെയേറെ പ്രധാനപ്പെട്ട ചുമതലയാണ് വഹിക്കാനുള്ളതെന്ന് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കപ്പലുകൾ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് സുദർഹ്യമായ സേവനമാണ് നടത്തിയത്. അയൽ രാജ്യത്ത് നിന്ന് ഇന്ത്യക്ക് സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുന്നതിനും പരിപാലിക്കുന്നതിനും പ്രതിരോധ കപ്പലുകൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. അത്യാധുനിക സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ കപ്പലുകളെന്നും വൈസ് അഡ്മിറൽ പറഞ്ഞു.